أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت إليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ സദസ്സിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അതിനു മുമ്പായി നാം ഇന്ന് ഇവിടെ നിൽക്കാനുള്ള കാരണം, സന്ദർഭം, ഇന്നുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മളെ സ്ഥാപനത്തിൻ്റെ 44-ാം വാർഷികവും അതുപോലെ സന്നദ്ധാന സമ്മേളനവുമാണ്. അതിൻ്റെ പേരിലാണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ ഒത്തൊരുമിച്ചിരിക്കുന്നത്. നമ്മളെ സ്ഥാപനം തുടങ്ങി 44 വർഷമായി. ഈ 44 വർഷം എന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്. 44 എന്ന് പറയുമ്പോൾ അത് സംഗതി കഴിഞ്ഞു. പക്ഷേ ഈ 44 വർഷം ഈ സ്ഥാപനം ഈ നിലയിലെത്താൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ ധാരാളം ആൾക്കാരുടെ കഠിനാധ്വാനം, അവരുടെ രാപ്പകലില്ലാത്ത കഷ്ടപ്പാടുകൾ, പരിശ്രമങ്ങൾ നാം ഇന്ന് ഓർക്കേണ്ടതാണ്. നമുക്ക് മറന്നുകൂടാൻ പറ്റാത്ത മുൻഗാമികളായ എത്രയോ ആൾക്കാർ ഈ സ്ഥാപനത്തിന് വേണ്ടി ധാരാളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നാം ചരിത്രങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ അവസ്ഥ, ഇവിടെ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി വരുമ്പോൾ റോഡില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. പണ്ടൊക്കെ ജീപ്പിൽ കഷ്ടപ്പെട്ട് വരുന്ന രീതിയിലായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ സ്ഥലങ്ങൾ കാണാനും ഇതൊക്കെ വേണ്ടി. ഈ സ്ഥാപനത്തിൻ്റെമായി ബന്ധപ്പെട്ട മൂസ മൗലാന, കുഞ്ഞാന ഹജ്ജി, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മർഹൂം പി എ ഇബ്രാഹിം ഹാജി, സുബൈർ ഹാജി, ഇങ്ങനെയുള്ള മഹാന്മാരുടെ അവർ വന്ന് ത്യാഗം ചെയ്ത് ഈ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഇതിവിടെ ഒരു സ്ഥാപനം അവർ തുടങ്ങി ഇന്ന് ഈ നിലയിലെത്താൻ വേണ്ടി അവർ ധാരാളം കഷ്ടപ്പാടുകൾ അവർ സഹിച്ചിട്ടുണ്ട്. അവർ ഈ സ്ഥാപനം ഉണ്ടാക്കിയതിന് ശേഷം ഈ സ്ഥാപനത്തെ ഈ നിലയിൽ വളർത്താൻ വേണ്ടി ഈ സ്ഥാപനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിലെ ഉസ്താദുമാർ, പ്രധാന ഇസഹാഖ് ഉസ്താദ്, അതുപോലുള്ള ഈസാ ഉസ്താദ്, അതുപോലെ അവരുടെ കീഴിലുള്ള ഉസ്താദുമാരൊക്കെ ഈ സ്ഥാപനം ഈ നിലയിലെത്താൻ വേണ്ടി ധാരാളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥാപനം നാം ഇന്ന് കാണുന്ന, നമ്മൾ ഇന്ന് സന്തോഷിക്കുന്ന എല്ലാവരും വന്ന് ഇന്ന് മാഷാ അല്ലാഹ് നല്ല സ്ഥാപനമാണ്, നല്ല എല്ലാവരും വന്ന ആൾക്കാർ ആരും എന്ത് പറഞ്ഞിട്ടില്ല. സ്ഥാപനത്തിനെ കുറിച്ച് ഒരു നിലയിലുള്ള ബാഡ് കമൻ്റ് ഒന്നും ആരുടെ, എല്ലാവരും നല്ല അഭിപ്രായം സ്ഥാപനത്തിനുണ്ട്. പക്ഷേ ഈ സ്ഥാപനം ഇങ്ങനെയൊക്കെ ആവേണ്ടി ഇവരുടെ എല്ലാം ത്യാഗം, ഈ ഉസ്താദുമാരുടെയും മുൻഗാമികളായ ആൾക്കാരുടെയൊക്കെ ത്യാഗങ്ങളുണ്ട്. അള്ളാഹു താല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അള്ളാഹു താല അവരുടെ എല്ലാം അധ്വാനത്തെ കബൂലാക്കട്ടെ. സഹോദരന്മാരെ, ഇങ്ങനെ ഈ ദീനിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. ദീനെ സ്നേഹിക്കേണ്ടത് നമ്മൾ ഒന്ന് ദീൻ പഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദീൻ പഠിപ്പിക്കുന്ന ആളായിക്കൊണ്ട്, അല്ലെങ്കിൽ ദീനിയായ കാര്യങ്ങൾ കേൾക്കുന്ന ആളായിക്കൊണ്ട്, അല്ലെങ്കിൽ ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന ആളായിക്കൊണ്ട്, ഇങ്ങനെയാണ് നാം ദീൻ സ്നേഹിക്കേണ്ടത്. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദീനുണ്ടായിത്തീരുക. നാം ദീൻ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയം വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഏത് രീതിയിലാണോ നമ്മളെ സമയങ്ങളും നമ്മളെ അധ്വാനങ്ങളും കൊടുക്കുന്നതോ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെതായ പ്രതിഫലം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇന്ന് മുൻഗാമികളായ ആൾക്കാരൊക്കെ വന്ന് ഈ സ്ഥാപനങ്ങൾ കാണുമ്പോൾ അവർക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അവർ മുൻ അവസ്ഥ ചിന്തിക്കും. ആ അവസ്ഥയിൽ നിന്നും ഈ അവസ്ഥയിലേക്ക് എത്തി കാണുമ്പോൾ അവർക്ക് എത്ര സന്തോഷമുണ്ടാവും. അതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും നമ്മുടെ അവസ്ഥയും, നമ്മുടെ ദീനിയായ അവസ്ഥ നാം ഓരോരുത്തർ ചിന്തിക്കുക. നമ്മളുടെ ദീനിയായ അവസ്ഥ എന്താണ്,
നമ്മളും അതുപോലെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അധ്വാനം, അതുപോലെ തന്നെ അതിനുള്ള പരിശ്രമം നാം ഓരോരുത്തരും നടത്തുക. അതാണ് നമുക്ക് അതേ ബാക്കിയുള്ളൂ, അതേ നമ്മളിൽ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? എല്ലാം വിട്ടെറിഞ്ഞ് ഇന്ന് അവർക്ക് എന്താണ്? ഖബറുകളിലേക്ക് പോയി. അവരെല്ലാവരും ഇതിനു വേണ്ടി അധ്വാനിച്ച കുറേ ആൾക്കാർ ഇന്നാണ് ഖബറിൻ്റെ ഉള്ളിലാണ്. പക്ഷേ അവർക്കെല്ലാം അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്തെയും ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഇത് അവർക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്ന് അവർക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്. എല്ലാവരും വന്ന് അവർക്ക് വേണ്ടി സിയാറത്ത് ചെയ്യുന്നു, ദുആ ചെയ്യുന്നു. ഇതെല്ലാം അവർക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്, ആനന്ദത്തിൻ്റെ ദിവസമാണ്. അപ്പം നാമും എന്ത് ചെയ്യുക? നാമും ഇത് കൊണ്ട് നമുക്കുള്ള ഗുണപാഠം എന്താണ്? നമ്മളും എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവരായിത്തീരുക. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മളും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം. കുറേ ആൾക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ പിന്തുണകളും സഹായങ്ങളും നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു ആളായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ഖബറിലേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ നമ്മളെക്കുറിച്ചും കഴിഞ്ഞു പോയ ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യും? ഇതുപോലെ പറയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെന്ത് ചെയ്യുക? നമ്മളും അതുപോലെ ദീനിനെയും ദീനിൻ്റെ ആൾക്കാരെയും ദീനുമായി ബന്ധപ്പെടുത്തുന്ന സ്ഥാപനങ്ങളെയും സ്നേഹിക്കുന്നവരായി തീർന്നാൽ നമ്മളെ ഖബറിലേക്കും ഇതുപോലെ അവർക്ക് എത്തുന്ന പ്രതിഫലങ്ങൾ നമ്മളെ ഖബറിലേക്കും എത്താനുള്ള കാരണമാണ്. അല്ലാഹു തആല ഓരോരുത്തർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ സദസ്സിന് സ്വാഗതം. ആ സമയം 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഈ സദസ്സ് കുറേ സംസാരിക്കാനുള്ള സമയമില്ല. അപ്പോൾ 5 മിനിറ്റ് കൊണ്ടുള്ള ഈ സദസ്സിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഈ സദസ്സിന് അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ യൂനുസ് ഉസ്താദിനെ ഞാൻ എൻ്റെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിനെ ഖിറാത്ത് കൊണ്ട് ധന്യമാക്കിയ ഈ മദ്രസയിലെ വിദ്യാർത്ഥി ഷുഹൈബ് പട്ടാബീനെ എൻ്റെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഖാദിയാറിനെ ഞാൻ എൻ്റെ പേരിലും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ വിശിഷ്ടാതിഥികളെയും ഈ സദസ്സിൽ സന്നിധരായിരിക്കുന്ന ഓരോ വ്യക്തികളെയും, ഉമ്മമാരെയും സഹോദരന്മാരെയും എല്ലാവരെയും എൻ്റെ പേരിലും അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്.